ഹായ് നമസ്കാരം. ജി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് സ്റ്റാർട്ടപ്പുകളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, അതെങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതിനെന്തൊക്കെ ശ്രദ്ധിക്കുന്നതിനെ കുറിച്ചായിരുന്നു. പക്ഷേ അതിന് മുമ്പ് ഇന്ന് സ്റ്റാർട്ടപ്പ് ആയാലും അല്ലെങ്കിൽ അതല്ലാത്ത ഒരു സംരംഭം ആയാലും ശരി, ഇന്ന് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് സംരംഭകർ നേരിടുന്ന കുറച്ച് പ്രോബ്ലംസും അത് സോഷ്യോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസുകളും പല സംരംഭങ്ങളെയും അതുപോലെ ബ്യൂറോക്രാറ്റിൻ്റെ പ്രോബ്ലംസും പല സംരംഭകരെയും ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു 30% വരുന്ന ആളുകൾ മാത്രമാണ് ബ്യൂറോക്രാറ്റ്സ് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നുള്ളൂ എന്നാണ് എൻ്റെ അനുഭവത്തിലുള്ള പല സംരംഭകരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇത് സംരംഭകരായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സംരംഭം തുടങ്ങാനായിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ആളുകളാണ് പറയേണ്ടത്. എൻ്റെ അനുഭവത്തിൽ എൻ്റെ സ്ഥാപനങ്ങൾ ഞാൻ പലപ്പോഴും പല ബ്രാഞ്ചുകൾക്കും വേണ്ടിയിട്ട് ഒരു പഞ്ചായത്ത് ലൈസൻസിനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലൈസൻസിനോ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് നേരിട്ടിട്ടുള്ള അനുഭവങ്ങളൊക്കെ വളരെ റോങ് ആണ്. ആദ്യമായിട്ട് എനിക്കിപ്പോൾ ഒരു കൈക്കൂലി കൊടുക്കാതെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് വളരെയധികം പ്രോബ്ലംസ് നേരിടാതെ ആദ്യമായിട്ടൊരു ലൈസൻസ് 12 വർഷത്തെ ഈ കരിയറിൽ ഒരു സംരംഭകൻ എന്നുള്ള രീതിയിൽ ഞാൻ നിന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ കിട്ടുന്നത് ഇപ്പോൾ എറണാകുളത്തിൻ്റെ ഓഫീസിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസാണ്. അതുപോലും പക്ഷേ ഒരുപാട് സമയമെടുത്തു കിട്ടാനായിട്ട്, എങ്കിലും എനിക്ക് കൈക്കൂലി കൊടുക്കാതെ എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരവധിയായിട്ടുള്ള ആളുകൾ സംരംഭകൻ അല്ലെങ്കിൽ വളരെ എനർജറ്റിക്കായിട്ട് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്ന സംരംഭകർക്ക് നേരിടേണ്ടി വരുന്ന നിരാശയാണ്. ഇപ്പോൾ നമ്മുടെ കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോ എന്ന് പറയുന്നത് ഒരു കിറ്റക്സ് ഉള്ള കമ്പനീനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മളിത് ആ കമ്പനീനെ നമുക്ക് മാറ്റി നിർത്താം, ആ പൊളിറ്റിക്സ് നമുക്ക് മാറ്റി നിർത്താം. അത് മാറ്റി നിർത്തിക്കൊണ്ട് അതല്ലാത്ത കമ്പനികളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ചെറിയ ഷോപ്പ് ഓണേഴ്സ് മുതൽ ഹോട്ടൽ ചെയ്യുന്ന ആളുകൾ മുതൽ ചെറിയ IT കമ്പനികൾ മുതൽ അങ്ങനെ പല സെഗ്മെൻറ്റിൽ സംരംഭകരുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിവിടെ നിന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ലൈസൻസിനായിട്ട് ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ ചെയ്തു പോടാ എന്നുള്ള ലുക്കിലാണ്. പിന്നെ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പല ഓഫീസുകളിലും ചെല്ലുമ്പോൾ അവർ പറയുന്നത്, അല്ല ഞാൻ ഈ ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ട് എനിക്കെന്താ കാര്യം? ഈ ചോദ്യമാണ് ഞാൻ പലപ്പോഴും നേരിട്ടിട്ടുള്ളത്. ഇതേ ചോദ്യം പല സംരംഭകരും നേരിട്ടിട്ടുണ്ടെന്നറിയാം. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല അതിനർത്ഥം. പക്ഷേ കുറേ പേരെങ്കിലും ഇങ്ങനെ തന്നെ പെരുമാറുന്ന ഉദ്യോഗസ്ഥരാണ് ഇവിടുത്തെ സംരംഭകരുടെ ശാപം. പലപ്പോഴും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി മാറുമ്പോൾ അവരെ സംബന്ധിച്ച് അവർ സേഫ്റ്റി സോണിൽ നിന്നുകൊണ്ട് അപ്പോൾ പറയാം, നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് ഞങ്ങൾ എക്സാം എഴുതി, ഓക്കെ, യുവർ സെർവൻസ്. സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് അവിടെ ഇരുത്തിയിട്ടുള്ളത് ഭരിക്കാൻ വേണ്ടിയിട്ടല്ല, സെർവൻസാണ്. ഓക്കെ, സേവനം തരാനായിട്ടാണ്. പക്ഷേ ശരിക്കും ആ സേവനമാണോ നമുക്ക് കിട്ടുന്നത്? ഒരു സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് സമൂഹത്തിൽ നിന്നുള്ള ടാക്സ് പിരിച്ചുകൊണ്ട് അവർക്ക് സാലറി ആയിട്ടും പെൻഷനായിട്ടും കൊടുത്ത് അവിടെ അവരിരുത്തുന്നത്. ഒരുപക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് ലെങ്തി ആയി പോകാം, ക്ഷമിക്കണം. നിങ്ങൾ നേരത്തെ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകേണ്ടവർക്ക് ഇപ്പോൾ തന്നെ പോകാം. ഞാനത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് വിചാരിച്ചേക്കുന്നത്. കാരണം എവിടെ നിർത്തുമെന്നറിയില്ല. ഇതൊരു സ്ക്രിപ്റ്റഡായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. റാൻഡമായിട്ട് വരുന്ന തോട്ടുകളും അതുപോലെ റാൻഡമായിട്ട് സംസാരിക്കുന്ന അനുഭവങ്ങളും മറ്റുമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും. അങ്ങനെ കാണേണ്ട ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളോട് എതിർപ്പുള്ള ആളുകളും അതുപോലെ അനുകൂലിക്കുന്ന ആളുകളും ഉണ്ടാവാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ച് പറയാം, സംസാരിക്കാം.
വാട്ട് എവർ എന്ത് തന്നെയായാലും ഇവിടുത്തെ കേരളത്തിലെ പൊളിറ്റിക്കൽ സിനാരിയോ അത് ഒരു പാർട്ടീനെ മാത്രം ബേസ് ചെയ്തല്ല. ഇവിടെ ഭരിച്ചിരുന്ന എല്ലാ പാർട്ടികളും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ഒരുപാട് സമരങ്ങൾ ഈ തൊഴിലാളികൾ സമരം ചെയ്യുന്നത് തീർച്ചയായിട്ടും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള കാര്യമാണ്. ഒരു തൊഴിലാളിനെ എന്താ പറയുക അടിച്ചമർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു തരത്തിലുള്ള സംഭവങ്ങളെയും നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളായാലും എല്ലാ കാര്യങ്ങളായാലും. പക്ഷേ തീർച്ചയായിട്ടും അത് ആ സംരംഭകൻ്റെ നിലനിൽപ്പിനെ കൂടി ബാധിക്കുന്ന വിധത്തിലാവുമ്പോഴാണ് പലപ്പോഴും ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത്. ഇവിടെ ഏതൊരു ബിസിനസ്സായാലും തൊഴിലായാലും എന്തായാലും ഡിമാൻഡ് ഉണ്ടെങ്കിലാണ് അതിനനുസരിച്ച് സപ്ലൈ വരുള്ളൂ. നമ്മുടെ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. അതിൽ എല്ലാ ആളുകളും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാണ്. പലപ്പോഴും ഇന്ന് പ്രവാസികൾ പുറത്തുനിന്ന് പണിയെടുക്കുന്നതിൻ്റെ പേരിലാണ് കേരളം നിലനിന്ന് പോകുന്നതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ അതിനെ ഖണ്ഡിക്കാനായിട്ട് ചിലപ്പോൾ സാമ്പത്തിക വിദഗ്ധരും ആളുകളൊക്കെ ഉണ്ടാവാം. അത് എൻ്റെ തോട്ടാണ്, അതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ വരുന്ന വിദേശ നാണയം തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ നെടുന്തൂണ്. അതിൻ്റെ ഒപ്പം നമുക്ക് സർക്കാരിൻ്റെ നേരിട്ട് നടത്തുന്ന ബീവറേജ് ഷോപ്പുകളും അതുപോലെ പെട്രോളിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന പണവും തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വരുന്ന റവന്യൂ വരുമാനം നമ്മുടെ സംസ്ഥാന സർക്കാരിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ സംരംഭകരോ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളോ വരാതെ മുരടിച്ചു പോകുന്നൊരവസ്ഥ സംസ്ഥാനത്തിനുണ്ടാവും. ഒരുപക്ഷെ ഇന്ന് ഭരിക്കുന്ന പാർട്ടിയല്ല, ഭരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അത് തിരിച്ചറിവുണ്ടാവും. പക്ഷേ നമ്മുടെ പൊതുബോധം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കാലാകാലങ്ങളുണ്ടായിട്ടുള്ള പൊതുബോധങ്ങൾ മുതലാളിമാരെന്തോ എന്താ പറയുക എന്തോ ഒരു പ്രോബ്ലമാറ്റിക്കാണ്, അവർ ബൂർഷകളാണ് എന്നുള്ള ഒരു ധാരണ പൊതുബോധം വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ പോലും അടുത്ത തലമുറയിലേക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി വരും എന്നുള്ളതാണ് സത്യം. നമുക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം. അത് ക്ലൈമറ്റ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ മാൻ പവർ ആയാലും എഡ്യൂക്കേഷണൽ സിസ്റ്റം അത്യാവശ്യം നല്ല എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് എയർപോർട്ടുകളുണ്ട്, ഹാർബറുകളുണ്ട്. ഇതെല്ലാം നമുക്ക് അതുപോലെ നല്ല പരിസ്ഥിതി സൗഹൃദ മേഖലയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അവിടേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വന്ന് ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ വന്ന് തൊഴിലെടുത്ത് പോകേണ്ട അല്ലെങ്കിൽ ഇവിടെ ഒരു ഗൾഫ് പോലെ ആക്കേണ്ട സിറ്റുവേഷനാണ് ശരിക്കും. പക്ഷെ അങ്ങനെയാണോ സംഭവിക്കുന്നത്? നമ്മൾ ശരിക്കും ഓപ്പണായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ മതി എത്ര വലിയ കമ്പനീനെയും എത്ര നല്ല രീതിയിൽ നടക്കുന്ന കമ്പനീനെയും പൂട്ടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. 100% പെർഫെക്റ്റായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ ഒരു കമ്പനിക്കും സാധിക്കില്ല. ഇവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റം 100% പെർഫെക്റ്റ് ആണോ? അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ റോഡുകളും പാലങ്ങളും പൊളിക്കേണ്ടി വരില്ല. റോഡുകളിൽ കുണ്ടും കുഴിയിലും ഇറങ്ങി നട്ടല് പോയും അല്ലെങ്കിൽ തലയിടിച്ച് വീണും ആളുകൾ മരിക്കില്ല. ഇവിടെ ബ്ലോക്കുകൾ ഉണ്ടാവില്ല, കുപ്പിക്കഴുത്തുകൾ ഉണ്ടാവില്ല. സോ പെർഫെക്റ്റായിട്ട് 100% പെർഫെക്റ്റായിട്ട് എല്ലാം ചെയ്യണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര നല്ല രീതിയിൽ നടക്കുന്ന കമ്പനീനെയും പൂട്ടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ലുപോലെ സാധിക്കും. അല്ലെങ്കിൽ തൊഴിലാളി സമരങ്ങൾ വിചാരിച്ചാലും സാധിക്കും. എൻ്റെ അടുത്ത് ഇവിടുത്തെ ഒരു പ്രമുഖ എനിക്ക് പേര് പറയാൻ പറ്റില്ല, ഒരു പ്രമുഖ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ്, ഞങ്ങളവിടെ ഒരു ടയർ മാനുഫാക്ചറിങ് കമ്പനിയാണ്, അവിടെ കണ്ട് സംസാരിച്ച സമയത്ത് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കഷൻ ഇരുന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെടുത്ത ഇനിയൊരു സമരം ഉണ്ടായി. അന്ന് ആ സമയങ്ങളിലൊക്കെ ആ കമ്പനിയിൽ വളരെ വലിയ സമരങ്ങളൊക്കെ രൂപപ്പെട്ട് പണിമുടക്കുകളും കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞ് ഇനിയൊരു സമരം അന്ന് അതിട്ട് സോൾവ് ചെയ്ത്
വീണ്ടും ആ കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിച്ച് എനിക്ക് തോന്നുന്നു അവിടുത്തെ തൊഴിലാളികളായിട്ട് സംസാരിച്ചറിയാൻ പറ്റും എത്രത്തോളം ഫെസിലിറ്റീസ് ആ കമ്പനി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. നല്ല സാലറിയും കാര്യങ്ങളും നല്ല ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന്. അപ്പോൾ ആ കമ്പനിയുടെ പറഞ്ഞാണ് ഇനി ഒരു സമരം ഉണ്ടാവുകയാണെങ്കിൽ അത് ആ കമ്പനി എന്നേക്കായിട്ട് പൂട്ടും എന്നുള്ളത് തന്നെയാണ് ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. അതിനിപ്പോൾ എത്ര വലിയ പൊളിറ്റീഷ്യൻസ് പറഞ്ഞാലും ആര് പറഞ്ഞാലും അവർ പൂട്ടിട്ട് പോകും. സോ അവിടെ വർക്ക് ചെയ്യുന്നത് 1-2 തൊഴിലാളികളല്ല, ആയിരക്കണക്കിന് തൊഴിലാളികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല. കാരണം മാനേജ്മെൻറ്റിന് ഹെഡേക്ക് എടുക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് വിദേശത്തും അതുപോലെ കേരളത്തിന് പുറത്തും ഒരുപാട് ഫാക്ടറികളുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ആഫ്രിക്കയിൽ പോലും അവർ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. സോ ഇൻ്റർനാഷണൽ അവർ വളരെ നല്ല രീതിയിൽ സെല്ല് ചെയ്ത് പോകുന്ന ഒരു ബ്രാൻഡും കൂടിയാണ്. അപ്പോൾ ഒരു അവരെ കൊണ്ട് അങ്ങനെ ആ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് കേരളത്തിൽ അവരിത് റൺ ചെയ്തില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല. The same thing happens so many companies. ഇതുപോലെ തന്നെ എൻ്റെ ഒരു കമ്പനിയുടെ മീറ്റിങ്ങിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർ ഈ അരിപ്പൊടിയും അതുപോലെ കറിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ കമ്പനിയാണ്. അത്യാവശ്യം നല്ല ടേൺ ഓവറുള്ള നല്ല പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറായിട്ട് സംസാരിക്കേണ്ടിട്ടുണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ള പിഴകളാണ് വരുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ഈ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ അവിടെ വന്നപ്പോൾ ഇയാളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, അല്ല നിങ്ങൾ 10 രൂപയ്ക്ക് കിലോ 20 രൂപയ്ക്ക് വാങ്ങുന്ന പൊടി നിങ്ങൾ MRP 1/2 കിലോ ഇടുന്നത് എത്ര രൂപയ്ക്ക് ഇടണം, അപ്പോൾ നിങ്ങൾക്ക് എത്ര കോടി രൂപ ലാഭം ഉണ്ടെന്നതൊക്കെയാണ്. ഇവർ ലാഭം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഈ കണക്കുകൾ നിരത്തി കാണിച്ചു. ഒരു ഫാക്ടറി ഇടാനായിട്ടുള്ള എമൗണ്ട്, ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ഇതിൻ്റെ പാക്കിംഗ് ചാർജ്, അതുണ്ടാക്കാനുള്ള എമൗണ്ട്, ഡിസൈനിങ് ചാർജ്, അഡ്വർടൈസ്മെൻറ്റിന് വരുന്ന ചാർജുകൾ, ഇതിൻ്റെ ഇടനിലക്കാർക്ക് അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാർജിൻ, ഡീലേഴ്സ് മാർജിൻ, ഷോപ്പ് ഓണേഴ്സ് മാർജിൻ, ഇങ്ങനെ മാർജിനുകളെല്ലാം പോയിട്ട് പിന്നെ ഇതിൻ്റെ പുറത്ത് ടാക്സ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് 1 കിലോ പൊടിയുമ്പോൾ എത്ര രൂപ ഇവർക്ക് കിട്ടുന്നുണ്ട്, എത്ര കിലോ പൗഡർ വിറ്റ് കഴിഞ്ഞാലാണ് അപ്പോൾ ഇവർക്ക് ഈ ലാഭം കിട്ടുക എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഇത് പരിപാടി ചെയ്യാണ്ടിരുന്നാൽ പോരുന്നു. ഈ ഉദ്യോഗസ്ഥൻ ഈ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ ചോദിച്ചതാണ്. സോ ഒരു 80% ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ ജോലി കണ്ണടച്ച് നിയമം നടപ്പിലാക്കുക എന്നല്ലാതെ അതിൽ കവിഞ്ഞൊരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം നിലനിൽക്കണം എന്നുള്ള ഒരു പരിഗണനയൊന്നും മിക്കവാറും ഉദ്യോഗസ്ഥന്മാർക്കില്ല എന്നുള്ളതാണ് സത്യം. അത് ഈ ഒരു കാര്യത്തിനല്ല, ഏത് കാര്യത്തിനായാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇങ്ങനെയുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. നിയമം എന്ന് പറയുന്നത് ബ്ലൈൻഡായിട്ട് നടപ്പിലാക്കുക എന്നുള്ളത്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രമുഖ ടൂത്ത് പേസ്റ്റ് കമ്പനിയുടെ ഒരു വണ്ടി അവർക്ക് എക്സ്പോർട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ സാധാരണ ഈ പാസ് ഒരു ഡെസ്റ്റിനേഷൻ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളൊരു ചരക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ടാക്സും അതിലെത്ര അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വേണം. അപ്പോൾ ഈ പാസ് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഇതിനൊരു എക്സംഷൻ ഉള്ളത് ആക്ച്വലി ഈ കയറ്റുമതിക്കാണ്, എക്സ്പോർട്ട് ബിസിനസ്സിനാണ്. എക്സ്പോർട്ട് ബിസിനസ്സിന് നിങ്ങൾക്ക് ടാക്സ് ഇല്ല. അപ്പോൾ അതിന് വളരെ ഒരു നിസ്സാരമായിട്ടുള്ള പ്രൊസീജിയറുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. മറ്റുള്ള സാധാരണ ഇൻറ്റേർണലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് കുറച്ചും കൂടി എളുപ്പമാണ്. അവരുടെ ഒരു കണ്ടെയ്നർ അങ്ങനെ തന്നെ പിടിച്ചിട്ടു. ഈ ഉദ്യോഗസ്ഥൻ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥൻ എഴുതി കൊടുത്തത് 10 ലക്ഷം രൂപ, 10ആണോ 5ആണോ എന്നറിയില്ല, 2 ലക്ഷം രൂപ എഴുതി കൊടുത്തു. അവരുടെ കൺസൈൻമെൻറ്റ് ഇവർ പറഞ്ഞ സമയത്ത് സാധനം എത്തിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ കോടതിയിൽ പോയി അത് കേസ് ബാധിച്ച് റെഡിയാക്കാൻ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു, ഇതറിയാത്ത ഉദ്യോഗസ്ഥനല്ല ഇയാൾ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കോടതിയിൽ പോയി വാദിച്ച് നിങ്ങളുടെ ഇത് കൊണ്ടുപോയിക്കോ, കൺസൈൻമെൻറ്റ് എന്താണെന്ന് ചെയ്താൽ ഇതാണ് സംഭവം, എഴുതി കൊടുത്തതാണ് പെനാൽറ്റി. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ മിക്കവാറും ആളുകൾ എന്താ പറയുക, അവരുടെ ധാർഷ്ട്യം അല്ലെങ്കിൽ അവരുടെ മൂഡിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇറങ്ങുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട്.
അത് ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും ഉദ്യോഗസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അവരും സംഘടനയുടെയും അതുപോലെ അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അണ്ടറിൽ നിന്നുകൊണ്ട് തടിച്ചു കൊഴുത്ത് വീർത്ത് വന്ന ആളുകളാണ്. സോ ഡെഫിനറ്റ്ലി മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം ഭൂരിഭാഗം ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ചിലപ്പോൾ തെറ്റായിരിക്കാം, എൻ്റെ മനസ്സിലാക്കൽ കൊണ്ടുള്ള പ്രോബ്ലം ആയിരിക്കാം ഒരു പക്ഷേ. എന്നിരുന്നാലും എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളൊരു വളരെ നിസ്സാരം ഒരു 30% ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ തരത്തിൽ മനുഷ്യത്വപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലെവലുള്ള സൊല്യൂഷനിലൂടെ ഒരു സംരംഭകരെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ടെങ്കിലും നിൽക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് കേട്ടോ, പക്ഷെ കുറവാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ ആളുകളുടെ മനോഭാവമായാലും ഇത്തരത്തിൽ പ്രോബ്ലം ഉണ്ട്. പലപ്പോഴും എന്താ പറയുക, മിനിമം വേജസ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ചില കമ്പനികളിലെങ്കിലും മിനിമം വേജസ് ഈവൻ 4000 രൂപ പോലും കൊടുക്കാത്ത കമ്പനികൾ കൂടി ഉണ്ട്, ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് വിട്ട് എന്നാലും അതിന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെ വർക്കും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വിട്ട് പലപ്പോഴും ഒരു 10,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപ, ഇപ്പോഴത്തെ ലിവിങ് കോസ്റ്റ് കൂടുതലാണ് എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അഭ്യസ്ത വിദ്യയുള്ള ഒരുപാട് തൊഴിൽ രഹിതരായിട്ടുള്ള യുവജനങ്ങളുള്ള കേരളത്തിൽ ഈ മിനിമം വേജസിൻ്റെ കാര്യം പറഞ്ഞ് സമരം ഉണ്ടാക്കി പൂട്ടിച്ചു പോകാനായിട്ടുള്ള കമ്പനികൾ 1-2 അല്ല കേട്ടോ. പലപ്പോഴും ഇതേ കാര്യം പറഞ്ഞ് കമ്പനികൾ പൂട്ടിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ നമ്മുടെ മറ്റുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഈവൻ ഹോസ്പിറ്റൽ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. കോടതികളടക്കം സുപ്രീം കോടതി, ഹൈക്കോടതി അടക്കം പറഞ്ഞിട്ടുള്ള മിനിമം വേജ് നടപ്പിലാക്കിയിട്ടില്ല നഴ്സുമാരുടെ കാര്യത്തിൽ എല്ലായിടത്തും. അതൊന്നും കൂടി ഒരു തിരുത്തലൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം അതിൻ്റെ കറക്റ്റ് സ്വഭാവം. ഇതിൽ ഡിമാൻഡ് സപ്ലൈ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് വലിയൊരു ഘടകമാണ്. അപ്പോൾ ഇതില്ലാത്തടത്തോളം കാലം വരില്ല. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് കൂടുതൽ വ്യവസായങ്ങൾ വരണം. അപ്പോൾ നിങ്ങൾക്ക് ലേബേഴ്സിന് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് സ്കില്ലുള്ള ആളുകളെ നിങ്ങൾ എടുക്കുമ്പോൾ കുറഞ്ഞ വേജസിന് ആളുണ്ടാവും. നേരെ മറിച്ച് ഇവിടെ ഇതേ സെക്ടറിൽ ഒരു 10-500 കമ്പനി ഉണ്ടെങ്കിൽ ആളെ കിട്ടാൻ വഴിയില്ലാത്ത സിറ്റുവേഷൻ വരും. ഡെഫിനറ്റ് കമ്പനികൾക്ക് നല്ല സ്കില്ലുള്ള ഒരാളെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസ കൊടുത്ത് എടുക്കേണ്ടി വരും. സോ കൂടുതൽ കമ്പനികളെ ഇങ്ങോട്ട് ആകർഷിക്കാനാണ് നോക്കേണ്ടത്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വേജ് കൂടും. നിങ്ങൾ ഇപ്പോൾ ഒരു സാധാരണ കൂലിപ്പണിക്കാരനെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ പ്ലംബറോ ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചു നോക്കിയേ, കുറഞ്ഞത് ഒരു ദിവസം 1000 രൂപ കൂലി കൊടുക്കേണ്ടി വരും. വേണ്ട, ഒരു 850 കൊടുക്കേണ്ടി വരും. വേണ്ടി വരില്ലേ? കുറഞ്ഞതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്. ആ ഒരു വിഭാഗത്തിന് ഡിമാൻഡ് ഉണ്ട്. സോ ഇതുപോലെ തന്നെ ഇവിടെയുള്ള സ്കിൽഡ് ലേബേഴ്സിന് ഡിമാൻഡ് കൂടണമെങ്കിൽ അതിനനുസരിച്ച് കമ്പനികളും സ്ഥാപനങ്ങളും ഇവിടെ വളർന്നു വരണം. സോ ആളെ കിട്ടാണ്ട അവസ്ഥ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തുനിന്ന് നടക്കാൻ ആളുകൾ വരണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സ്കിൽഡായിട്ടുള്ള ആളുകളെ കൂടുതൽ പൈസ കൊടുത്ത് നിർത്തേണ്ടി വരും. അപ്പോൾ എനിക്ക് നല്ല സ്കിൽഡായിട്ടുള്ള ആളെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അയാൾ നിർത്തിയേ പറ്റുള്ളൂ എൻ്റെ സ്ഥാപനം റൺ ചെയ്യാനായിട്ട്. അപ്പോൾ സംരംഭകരെ ആട്ടി ഓടിക്കുന്ന സമീപനം അത്ര നല്ലതല്ല. ഇവിടെ സമരം ചെയ്ത് പൂട്ടിച്ചു പോയ കമ്പനികൾ 1-2 ഒന്നല്ല, ഒരുപാട് കമ്പനികൾ സമരം ചെയ്ത് പൂട്ടിച്ചു പോയിട്ടുണ്ട്. ഈ മധുര കോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു നമ്മുടെ കൊരട്ടി, തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നൂൽ കമ്പനിയാണ് മധുര കോട്ട്സ്. നല്ല അടിപൊളിയായിട്ട് പൂട്ടിച്ചു പോയി. ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്ത ഒരു സ്ഥാപനമുള്ളത് സമരം ചെയ്ത് പൂട്ടിച്ചതാണ്. ഇപ്പോൾ അത് ഒരു പ്രേതാലയം പോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ അടുത്താണ് കിൻഫ്രയുടെ പാർക്ക് വന്നിട്ടുള്ളത്, ഇൻഫോ പാർക്ക്. സോ ഇങ്ങനെ പൂട്ടിച്ച 1-2 കമ്പനികളോ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുണ്ടാവും. ഒരു കമ്പനി പൂട്ടി പോകുമ്പോൾ അതിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജോലി പോകുന്നത്. 1000 പേർക്ക് ജോലി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പേർക്ക് 1000 കുടുംബങ്ങൾ ആണ് നഷ്ടത്തിലാണ്. പെർ ഹെഡ് 4 പേര്, അതായത് 1000 പേർക്ക് പോയി 4000 പേരെയാണ് അത് ബാധിക്കുന്നത്. അവിടെ ജോലി ചെയ്തിരുന്ന ഈ മധുര കോട്ട്സിൽ ജോലി ചെയ്തിരുന്ന പല ആൾക്കാരും പല സ്ഥലങ്ങളിലും ഇപ്പോൾ പല സെക്യൂരിറ്റി, ഞാൻ ഈ എറണാകുളത്ത് ഒരു കഴിഞ്ഞ വർഷം
ഒരു പുള്ളിക്കാരനെ കണ്ടിരുന്നു. പുള്ളിക്കാരൻ ഒരു സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റിയാണ്. പുള്ളിക്കാരനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ ആൾ പുള്ളി മധുരക്കോട്ട്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അദ്ദേഹം സെക്യൂരിറ്റി ജോലിക്കാരനായിട്ട് വന്ന് വർക്ക് ചെയ്യുന്ന. എന്ത് ചെയ്യാൻ മോനെ, പൂട്ടിച്ചു പോയി. അവിടെ നല്ല സാലറി ഒക്കെ ഉണ്ടതായിരുന്നു, നന്നായിട്ട് കുഴപ്പമില്ലാത്ത ജീവിച്ചു പോകാൻ പറ്റിയിരുന്നു. പൂട്ടിക്കാൻ എളുപ്പമാണ്, ഒരുപാട് കമ്പനികളാണ് പൂട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ പ്രോബ്ലം വളരെ വലുതാണ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് ആന്തല്ലൂർ സാജൻ എന്ന് പറഞ്ഞിട്ടൊരാളുടെ ആത്മഹത്യ, സൂയിസൈഡ്. പുള്ളിക്കാരൻ വിദേശത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റായിരുന്നു പുള്ളി. അദ്ദേഹം ഇവിടെ ഒരു ഓഡിറ്റോറിയം പുള്ളിക്കാരൻ പണി കഴിപ്പിച്ചു. അതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. പുള്ളിക്കാരനത് ഓപ്പറേറ്റ് ചെയ്യാൻ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ചിലവിട്ട് പണിയിപ്പിച്ച ഓഡിറ്റോറിയം അദ്ദേഹത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാണ്ട് അവസാനം അയാൾ തൂങ്ങിച്ചാവേണ്ട അവസ്ഥ വന്നു. ഒരു വർക്ക്ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു പക്ഷേ, ഒരു വർക്ക്ഷോപ്പ് സ്വന്തമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരാളുടെ പറമ്പിൽ പാടന്ന സ്ഥലത്താണ് ഷെഡ് പണിതെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൊടി കുത്തി അത് പൂട്ടിക്കാൻ ശ്രമിച്ച് ആ വർക്ക്ഷോപ്പിൻ്റെ ഇത് തന്നെ ഒരാൾ ആത്മഹത്യ ചെയ്തു, തൂങ്ങിച്ചാവാൻ കെൽപ്പില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നിരാശനായിട്ട് ജീവിക്കുന്നുണ്ട്. ചിലവർ കേരളം വിട്ട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഒരു 3-4 പേരെങ്കിലും ഈ ഒരു 3-4 വർഷത്തിനിടയ്ക്ക് കേരളം വിട്ടിട്ടുണ്ട്. ഈ തൊട്ടടുത്തുള്ള കോയമ്പത്തൂർ, അതുപോലെ തമിഴ്നാട്ടിലെ മറ്റുള്ള ഏരിയകളിലേക്കൊക്കെ പോയിട്ട് അവിടെ ഫാക്ടറികൾ, ഇവിടെ നിന്ന് കേരളത്തിൽ ഓൾറെഡി ഫാക്ടറി ഉണ്ടായത് ഇവിടെ നിന്ന് പൊളിച്ച് അവർ കോയമ്പത്തൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കേസ് കൊണ്ടല്ല, ഈ സമരം ചെയ്തും ഉദ്യോഗസ്ഥരുടെ ഈ തരത്തിലുള്ള പീഡനങ്ങളും സഹിക്കാൻ പറ്റാണ്ട് ആത്മഹത്യ ചെയ്തും പോയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇതെന്നാണ് കേരളത്തിൽ നിന്ന് മാറാമെന്ന് മാത്രമാണ് നമുക്ക് നോക്കേണ്ടതുള്ളൂ. അതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ഇവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്, പക്ഷേ എന്താ പറയുക, ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സൊസൈറ്റിയും എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ സിനാരിയോസുമാണ് ഇവിടെയുള്ളത്, പൊളിറ്റീഷ്യൻസുമാണ് ഇവിടെയുള്ളത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് മാത്രം പലപ്പോഴും എന്താ പറയുക ഇങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിനെ അത്ര എളുപ്പമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുക തൊഴിൽരഹിതരായിട്ടുള്ള, ഏറ്റവും കൂടുതൽ തൊഴിൽരഹിതരായിട്ടുള്ളൊരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളൊരു സംസ്ഥാനം കൂടിയാണ് കേരളം. എന്നിട്ട് അവിടെ തൊഴിൽരഹിതരെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതത്ര ഗുണകരമല്ല. ഏകദേശം ഇപ്പോൾ ഒരു കണക്കുകൾ പ്രകാരം ഈ കോവിഡിൻ്റെ ഈ ഒരു സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ ഏകദേശം 15 ലക്ഷത്തോളം വിദേശ മലയാളികളാണ് ജോലിയൊന്നും ഇല്ലാതെ തിരിച്ചു പോന്നിട്ടുള്ളതെന്നാണ് കണക്കുകൾ പറയുന്നത്. 15 ലക്ഷം വിദേശ മലയാളികൾ അവരുടെ ജോലി ഇല്ലാതെ തിരിച്ചു വരുന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ ഇനിയും പരിതാപകരമായി പോകും എന്നുള്ളതാണ് സത്യം. ഇവരെല്ലാവരും ഈ 15 ലക്ഷം പേരും നമ്മുടെ കേരളത്തിലേക്ക് വിദേശ നാണ്യം കൊണ്ടുവന്നിരുന്ന വ്യക്തികളാണ്. അവരിങ്ങോട്ട് കൊണ്ടുവരുന്ന പണം ഇവിടെ തന്നെ ഭൂരിഭാഗം പേരും ചെലവിട്ടിട്ടുള്ള ആളുകൾ. അത് ഈവൻ ഒരു വീട് വയ്ക്കാൻ പോലെ ആയാൽ പോലും, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാനായിട്ടായാൽ പോലും വട്ടവർ ഇവിടെ ചെലവിടുന്നുണ്ട്. അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ ചെലവിടുന്നുണ്ട്. സോ അതിൻ്റെ ഒരു വിഹിതം വരുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിലേക്ക്, അതിൻ്റെ ടാക്സും കാര്യങ്ങളായിട്ട്. വിദേശ മലയാളികൾ കൊണ്ടുവരുന്ന പണം ഇവിടെ അവന് വീട് വയ്ക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് വരുന്ന കമ്പി, സിമെൻറ്റ്, മെറ്റൽ, മണൽ എന്ന് വേണ്ട സകല സാധനങ്ങൾക്കും ഒരു എമൗണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിൻ്റെ പോക്കറ്റിൽ വീഴുന്നുണ്ട്. അത് പണിയാൻ നിൽക്കുന്ന ലേബേഴ്സിന് പൈസ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു വിഹിതം തീർച്ചയായിട്ടും ടാക്സായിട്ട് അതിൽ നിന്നും ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്. സോ അത് പതുക്കെ നിലയ്ക്കുമെന്നുള്ള അവസ്ഥയാണ്.
നമ്മുടെ പൊതുകടം എന്ന് പറയുന്നത് 3.5 ലക്ഷം കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. 3 ലക്ഷം കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. 3.5 ലക്ഷം. ഇത് എവിടെ നിന്നെടുത്ത് വീട്ടും? നമ്മുടെ ഓരോരുത്തരും തലയിലാണ് ഈ പൊതുകടം വരുന്നത്. നിങ്ങൾ ഏത് കക്ഷി രാഷ്ട്രീയത്തിലെ വക്താക്കളായാലും, നിങ്ങൾ ഏത് പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായാലും, പൊതുകടം നിങ്ങളുടെ എല്ലാവരും തലയ്ക്ക് മേലെയുണ്ടെന്നുള്ളതാണ് സത്യം. നിങ്ങളൊരു പിച്ചക്കാരനായാൽ പോലും, നിങ്ങളൊരു അംബാനി ആയാൽ പോലും. സോ ഇതൊക്കെ വരും തലമുറയുടെ തലയിലേക്കും കൂടി വരികയാണ്. ഇതൊക്കെ ആരെ വീട്ടാ? നിങ്ങളിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് തന്നെയാണ് ഈ പണം പിരിച്ചെടുക്കുന്നത് ടാക്സുകൾ മുഖേന. നമ്മൾ തന്നെ വീട്ടേണ്ടി വരും ഈ പൊതുകടം മുഴുവനും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പരിധി വിട്ട് നിങ്ങൾക്കിപ്പോൾ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്ന പണം പൊതുഖജനാവിൽ നിന്നാണ് എടുത്തു വരുന്നത്. കടം വാങ്ങിയിട്ടാണ് നിങ്ങൾക്ക് സാലറി തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഫയലുകൾ നീക്കാനായിട്ട് തടസ്സപ്പെടുത്തി നിങ്ങൾ കൈക്കൂലി വാങ്ങിച്ചും നിങ്ങളതിനെ പ്രൊമോട്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ തുടങ്ങാൻ നിൽക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങാതെ ആവും എന്നുള്ളതാണ് സത്യം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ തന്നെ സാലറീനെ ബാധിക്കും. ഒരു ദിവസത്തെ പ്രോസസ്സല്ല ഇവിടെ സംഭവിക്കുന്നത്, വർഷങ്ങളെടുത്തുകൊണ്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. നമുക്ക് കുറേ എന്താ പറയുക എക്സ്പോകൾ നടത്തുന്നുണ്ട്. ഗവൺമെൻറ് ഇനീഷ്യേറ്റ് എടുത്തിട്ട് ഇൻഡസ്ട്രിയൽ എക്സ്പോസ് അല്ലെങ്കിൽ എന്താ പറയുക ബിസിനസ്സുകാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് പേപ്പറിൽ മാത്രം അവസാനിച്ചു പോവുകയാണ് പതിവ്. ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? കേരളത്തിൽ നിന്ന് എത്ര ടൈക്കൂൺ കമ്പനികളുണ്ട്? പല ആൾക്കാരും എന്താ പറയുക ഇവിടുന്ന് പോവുകയാണ് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ആ ഒരു പ്രോബ്ലംസ് കൊണ്ട്. എന്തുകൊണ്ട് ഇവിടെ ലാഭകരമായിട്ട് നടത്താൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണമാണത്. നമ്മുടെ ടോട്ടൽ ഇന്ത്യയുടെ GDPയുടെ 17% തമിഴ്നാടിൻ്റെ സംഭാവനയാണ്. ഒരു കാലത്ത് തമിഴ്നാട്ടിലെ ഒരുപാട് ആളുകൾ കേരളത്തിൽ വന്ന് ജോലി എടുത്തുകൊണ്ടിരുന്നതാണ്. ജയലളിത എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രി ആയതിനു ശേഷം അവിടെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നു. സ്വന്തം പാർട്ടിക്കാരായാലും ആരായാലും ഇൻഡസ്ട്രിയലുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംരംഭങ്ങളെ തകർക്കുന്ന വിധത്തിൽ ആക്ടിവിറ്റീസ് എടുക്കുന്നവരെല്ലാവരും പുറത്താക്കാനുള്ള തീരുമാനങ്ങളായിരുന്നു. അതിൻ്റെ പ്രതിഫലനം ഇപ്പോൾ തമിഴ്നാട്ടുകാർ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെക്കാളും പല കാര്യങ്ങളിലും പിന്നിലാണെന്ന് പറയുന്നത് അതേ തമിഴ്നാട്ടിലാണ് ഏറ്റവും മികച്ച കമ്പനികൾ ഇന്ന് അവിടെ ഇന്ത്യയിൽ നിന്നുള്ളത്. പല വൻകിട കമ്പനികളുടെയും വലിയ പ്ലാന്റുകൾ, വലിയ ഫാക്ടറികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ നിങ്ങളിപ്പോൾ എത്ര പേർ ഇന്ന് ബംഗാളികളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആസാമിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇവിടെ വന്ന് പണിയെടുക്കുന്ന അതേപോലെ തന്നെ പണിയെടുത്തിരുന്നതാണ് തമിഴന്മാർ. ഇന്ന് അവർ സ്വന്തം നാട്ടിലേക്ക് പോയി അവിടെ അഭിമാനത്തോടെ ജീവിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും, എത്ര കുറഞ്ഞ സാലറിക്കായാലും എത്ര കോടി സാലറിക്കായാലും അവർക്ക് അവിടെ ഫാക്ടറികളുണ്ട്, വരുമാനമുണ്ട്. സോ ദേ ആർ ഹാപ്പി. ഇനിയും ഒരുപാട് വികസിക്കാനുണ്ട്. അവർ നമ്മുടെ ഈ 3.5 കോടി ജനങ്ങളുള്ള സംസ്ഥാനത്തിന് 3.5 കോടി കടമുണ്ടെങ്കിൽ ഇതേ സമയം തമിഴ്നാടിനുള്ള കടം എന്ന് പറയുന്നത് ഏകദേശം 5 കോടി 5.5 കോടി രൂപയാണ് അവരുടെ പൊതുകടം. അവർ ഇന്ത്യയുടെ GDPയുടെ 17% സംഭാവന ചെയ്യുന്നൊരു സംസ്ഥാനത്തിന് 5 കോടി കടമുണ്ടായിട്ട് അവർ കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു തരത്തിലും എന്താ പറയുക ഒരു സംരംഭകരെ സപ്പോർട്ട് ചെയ്യാത്തൊരു സംസ്ഥാനത്ത് നിന്ന് 3.5 കോടി പൊതുകടം ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് സംസ്ഥാന ഗവൺമെൻറ് വീട്ടുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഹൈലി എക്സ്പെൻസീവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. സാധാരണക്കാരുടെ ആയാലും ബിസിനസ്സുകാരുടെ എന്ന് പറയില്ല, സാധാരണക്കാരുടെ ജീവിതം ഹൈലി എക്സ്പെൻസീവാണ്. അത് അവർ മനസ്സിലാക്കുന്നില്ല. ഇത് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഓരോ പ്രാവശ്യം നിങ്ങൾ ടാക്സ് കെട്ടുമ്പോഴും അത് പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ പോക്കറ്റിലേക്കാണ്.
നിങ്ങളൊരു സോപ്പ് വാങ്ങുമ്പോൾ അതിന് ടാക്സ് എടുക്കുന്നുണ്ട്. അത് ആ കമ്പനിയല്ല ആ ടാക്സ് എടുക്കുന്നത്. ആ സോപ്പ് കമ്പനിക്ക് എടുക്കാൻ പറ്റിയ പൈസയല്ല, ആ പൈസ സോപ്പ് കമ്പനിയിൽ നിന്ന് ഗവൺമെൻറ് പിടിച്ചെടുക്കുകയാണ്. അതാണ് ഗവൺമെൻറ് എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു സോപ്പ് വാങ്ങിച്ചാൽ, ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചാൽ, നിങ്ങളുടെ കുട്ടിക്ക് കളിക്കാനായിട്ട് കളിപ്പാട്ടം വാങ്ങിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ പെട്രോൾ അടിച്ചാൽ, നിങ്ങളുടെ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി എടുത്താൽ, സോളാർ, TV, മൊബൈൽ ഫോൺ, മൊബൈൽ റീചാർജിങ്, ഉപ്പ്, മുളക് എന്ന് വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനൊക്കെ ടാക്സ് ഉണ്ട്. അപ്പോൾ ഈ ടാക്സിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഇത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ പരിശോധിക്കണം. ഇത്ര വർഷമായിട്ട് എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്? അവിടെയും അഴിമതിയും കൊടുകാര്യസ്ഥയും തന്നെയാണ് അവിടെയും ഈ പറഞ്ഞ ആളുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അഴിമതിയിൽ ശിക്ഷിക്കപ്പെട്ട എത്ര പൊളിറ്റീഷ്യൻസിനെ നിങ്ങൾക്കറിയാം? എന്നാൽ ഇവിടെ അഴിമതി നടക്കുന്നില്ലേ? എല്ലാവരും സമ്മതിച്ചു തരും ഇതാണെങ്കിൽ അഴിമതി നടക്കും, മുക്കും കക്കും. എന്നാൽ ഇതേ പറയുന്ന പൊളിറ്റീഷ്യൻസിനെ തന്നെ എല്ലാവരും അനുകൂലിക്കുകയും ചെയ്യും. ഒരു ഇലക്ഷൻ വരുമ്പോൾ എവറിത്തിങ് ഫോർഗോട്ടൺ. ചോയ്സ് ഇല്ല എന്ന് പറയരുത്. നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്, നമുക്കെല്ലാവർക്കും അവകാശങ്ങളുണ്ട്. വോട്ട് ചെയ്യാൻ മാത്രമല്ല, റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന് പറയുന്നത് വോട്ട് ചെയ്യൽ മാത്രമല്ല അതിൻ്റെ അർത്ഥം. ഇതൊരു പ്രോസസ്സാണ്. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുന്നിടത്തോളം കാലം സമൂഹത്തിലുണ്ടാകുന്ന ഓരോ പ്രോബ്ലംസും അത് നമ്മളെയും കൂടിയും ബാധിക്കും. നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായാലും ഇല്ലെങ്കിലും. സോ ചിന്തിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്, പറയുക എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വക്താവാണെന്നോ ഒരിക്കലും ധരിക്കേണ്ട. ഏതെങ്കിലും ഒരു പാർട്ടീനെ ബേസ് ചെയ്തുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മൾ എന്തെങ്കിലും ചിന്താഗതിയും പക്ഷങ്ങളും എല്ലാം ഉള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ പാർട്ടി ഇല്ലാത്ത ആൾക്കാരായിരിക്കാം, രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ ഇടതുപക്ഷമായിരിക്കാം, വലതുപക്ഷമായിരിക്കാം, BJP ആയിരിക്കാം, വാട്ടവർ. അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. സോ ദ സെയിം വേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ചിലപ്പോൾ ദഹിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ ദ ഫാക്റ്റ്. സോ നിങ്ങൾ തീരുമാനിക്കുക നമ്മുടെ സമൂഹം എങ്ങനെയാവണം, നമ്മുടെ നാളത്തെ വരുന്ന ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വരുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ പുതിയൊരു സംരംഭം കെട്ടിപ്പടുക്കാൻ വരുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നാളെ എനിക്കും എൻ്റെ ഫാമിലിക്കും ജീവിക്കണമെങ്കിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ നേടണം, എന്തൊക്കെ ചെയ്യണം, എന്നെ എങ്ങനെയൊക്കെ ബാധിക്കും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലീനെ, എൻ്റെ ഫ്യൂച്ചർ ജനറേഷൻ എങ്ങനെയൊക്കെ ബാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് ചിന്തിക്കണം. കുട്ടികളുള്ള അല്ലെങ്കിൽ മക്കളുള്ള ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കുട്ടികളെ ഭാവിയിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ബാധിക്കുമെന്നുള്ളത് നമ്മളറിയണ്ടേ. ഇപ്പോൾ ചെയ്തിടുന്ന കാര്യങ്ങളാണ് നാളേക്ക് ബാധിക്കുന്നത്. പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്, എൻ്റെ അപ്പനന്ന് അല്ലെങ്കിൽ എൻ്റെ അച്ഛനന്ന് ഒരു ഇന്ന സ്ഥലത്ത് കുറേ സ്ഥലം വാങ്ങിച്ചിട്ടിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കോടീശ്വരനായിരുന്നെന്ന്. നമ്മൾ പല ആൾക്കാരും ചിന്തിക്കാറില്ലേ? ദ സെയിം വേ നിങ്ങളുടെ കുട്ടികളും നാളെ ചിന്തിക്കും, അയ്യോ എൻ്റെ അച്ഛനന്ന് ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ. സോ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അത് നാളത്തേക്കുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. അത് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും. സോ വളരെ സ്വതന്ത്രമായിട്ടുള്ള മനസ്സോടുകൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ സംവദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇത് എടുക്കാം. ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് ദീർഘമായിട്ടുള്ളൊരു വീഡിയോ വന്ന് പറയാതിരിക്കാൻ പറ്റില്ല പല കാര്യങ്ങളും. നമ്മുടെ പാലക്കാട് കോച്ച് ഫാക്ടറി അത് ഇതുവരേക്കും പ്രാവർത്തികമായിട്ടില്ല. എത്ര ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഒരു സംവിധാനം ആയിരുന്നു ഒരു പക്ഷേ അവിടെ അത് വന്നിരുന്നുണ്ടെങ്കിൽ.
അല്ലെങ്കിൽ പാലക്കാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയാണ്. ഇതിൽ ഇനിയിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് സൂചിപ്പിക്കാം. കാരണം ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഡാറ്റകളൊന്നും ചിലപ്പോൾ സഫീഷ്യൻ്റ് ആയിക്കണമെന്നില്ല, ചിലപ്പോൾ തെറ്റായിട്ടുള്ള ഡാറ്റകളോ ഇൻഫോർമേഷൻസ് ആയിരിക്കും ഞാൻ പറയുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് സൂചിപ്പിക്കാൻ ഞാനത് തിരുത്താൻ തയ്യാറുമാണ്. ഈ അമൂൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അറിയാം, നമ്മുടെ കുര്യൻ എന്ന് പറഞ്ഞ ആളാണ് ഗുജറാത്തിൽ അത് സ്ഥാപിച്ചത്. പാലക്കാട് ജില്ലയിൽ അമൂലിൻ്റെ ഫാക്ടറി വരുന്ന സമയത്ത്, അതിൻ്റെ ഫാക്ടറിയുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ സ്റ്റാഫുകളെയും അവിടുത്തെ ആളുകളെ മാത്രം നിയമിക്കണം എന്ന് പറഞ്ഞൊരു സമരം നടന്നതിൻ്റെ പിന്നാലെയാണ് അത് ഇവിടെ നിൽക്കാണ്ട് നേരെ ഗുജറാത്തിലേക്ക് പോയതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇപ്പോഴല്ല, കുറേ കാലം മുമ്പുള്ള സംഭവമാണ്. അതുപോലെ ധാരാളം വണ്ടി കമ്പനികൾ, കശുവണ്ടി ഫാക്ടറികളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ വേതനത്തിനെ ചൊല്ലിയിട്ടുള്ള സമരങ്ങളുടെ പിന്നാലെയാണ് കശുവണ്ടി ഫാക്ടറികൾ ഒരുപാട് പൂട്ടിപ്പോയിട്ടുള്ളത്. ഇന്ന് കശുവണ്ടി ഒന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കാത്ത പല രാജ്യങ്ങളും പുറത്തുനിന്ന് കശുവണ്ടി വരുത്തി നല്ല രീതിയിൽ വലിയ ഫാക്ടറികളിലിട്ട് ഇന്ന് നമുക്ക് തിരിച്ചിങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് അയച്ചു തരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ ഏറ്റവും വലിയ റിസോഴ്സായിട്ടുള്ള മാൻ പവർ, ഇതൊന്നും വേണ്ട വിധത്തിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിനുള്ള കമ്പനികൾ ഇവിടെ വരുന്നില്ല. കക്ഷി രാഷ്ട്രീയം മാറിയിട്ട്, കക്ഷി രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മൊത്തം സമൂഹത്തിന് എത്രത്തോളം ഗുണകരമാകുന്ന വിധത്തിൽ നമ്മൾ പ്രവർത്തിക്കണമെന്ന് നമ്മൾ തീരുമാനമെടുക്കണം. ഇത് വേണ്ടാത്ത ആൾക്കാരുണ്ടാവും. ഡെഫിനറ്റ്ലി ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ്. എനിക്കിത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്കൊരു പ്രോബ്ലമില്ല. പക്ഷേ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന വ്യക്തികൾ എടുക്കുന്ന തീരുമാനം പോലെ ഇരിക്കും നാളത്തെ സമൂഹം. എന്തായാലും പുതിയൊരു എൻ്റർപ്രണൽ സംരംഭക സൗഹൃദ സംസ്ഥാനമായിട്ട് നമുക്ക് മാറണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതികൾ കൂടെ കുറച്ചൊന്ന് വ്യത്യാസപ്പെടാനുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അതുപോലെ സംസ്ഥാനത്തിലെ മറ്റുള്ള ബ്യൂറോക്രാറ്റ്സും സർക്കാർ ഉദ്യോഗസ്ഥരും ഈ സംരംഭകർക്ക് പലതരത്തിലുള്ള ലൈസൻസുകൾ ആവശ്യമാണ്. ആ ലൈസൻസിനൊക്കെ ഓരോ ഉദ്യോഗസ്ഥരെടുത്ത് ചെല്ലുമ്പോൾ അവരോടുള്ള മനോഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയും ഒരുപാട് മാറാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ അതിന് തക്ക നടപടികൾ എടുക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഏറ്റവും നന്നായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയാണ് ഇന്നിപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എല്ലാവരും കുറച്ചും കൂടിയും ചിന്തിക്കുക. പാർട്ടി ഭേദമന്യേ നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനം എത്രത്തോളം ഡെവലപ്പ് ആവണം. നമ്മുടെ ഹ്യൂമൻ ഇൻഡെക്സിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഡെവലപ്പായിട്ടുള്ള സംസ്ഥാനമാണ്. പക്ഷേ പല കാര്യങ്ങളിലും നമ്മൾ പിന്നിലാണ്. അതിൽ നിന്ന് നമ്മൾ പിന്നിലേക്കല്ല, ഇനിയും മുമ്പോട്ട് വരാനുണ്ട്. സോ അത് നമ്മൾ വിചാരിച്ചാൽ ആ മുമ്പോട്ട് വരവ് നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ പിന്നോട്ട് തന്നെ പോകും. ഒന്നിനും കൊള്ളാത്തൊരു സംസ്ഥാനമായിട്ട് മാറരുത് നമ്മുടെ കേരള സംസ്ഥാനം. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരണം. നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ്, നമ്മളാണ് ചിന്തിക്കേണ്ടത് നമ്മളെങ്ങനെയാവണമെന്നുള്ളത്, നമ്മുടെ സംസ്ഥാനം എങ്ങനെയാവണമെന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി നമുക്കതിന് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.